ആ നാസർക്ക, ആ ഒരു 5 മിനിറ്റ് ഞാനിപ്പോൾ എത്താം. ഓക്കെ ഓക്കെ. നീ ഇത് വെച്ചോ, അവനോടൊന്ന് സൂക്ഷിക്കാൻ പറ. ഞാൻ വൈകിട്ടെത്താം. മീറ്റ് ചെയ്യാം നമുക്ക് എറണാകുളത്ത്. ഓക്കേടാ. ആ എന്നാ ശരിടാ, ഞാൻ പിന്നെ വിളിക്കാം. ഷറഫല്ലേ? അതെ സാർ. ചായ കുടിക്ക്. വേണ്ട സാർ, കുറച്ച് നാളായി ഞാൻ സാറിനെ കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജ് സാർ മുഖേന എനിക്ക് അതൊരു അവസരം കിട്ടിയത്. രാജേഷിനെ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു, പക്ഷേ ഞാൻ ബാംഗ്ലൂരായിരുന്നു. അതാ ഷറഫിനോട് വരണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ഷറഫിൻ്റെ കഥ കേൾക്കട്ടെ. സാർ, ഇത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ സംഭവിച്ചൊരു കഥയാണ്. ഇത് ചെറിയൊരു ആശയമായിട്ട് പറഞ്ഞാൽ സാറിനൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് വിശദീകരിച്ച് പറയാനുള്ള സാവകാശം സാർ എനിക്ക് തരണം. സാർ അറിയണം ഞങ്ങളുടെ നാടിന് എന്താ സംഭവിച്ചത്. നിങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതെങ്ങാനും സിനിമയാ നമ്മളെല്ലാവരും തൂങ്ങും. അതിനെതിരെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആർക്കെ, നിങ്ങൾ ഒരാളെ വിശ്വസിച്ചാൽ ഞങ്ങൾ കൂടെ നിന്നത്. ഞങ്ങളെ കൊലക്ക് കൊടുക്കരുത്. ആർക്കെ എന്നത് വെറും ഒരു പേരല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ സാമ്രാജ്യമാണ്. ആധ്വാനത്തിനു പിന്നിൽ പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ആ സാമ്രാജ്യത്തിന് കോട്ടം വരുത്തുന്ന രീതിയിൽ ആര് പ്രവർത്തിച്ചാലും പിന്നെ അവൻ ഈ ഭൂമുഖത്തുണ്ടാവില്ല. ആർക്കെ, ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണ്. എന്ത് ചെയ്തിട്ടാണേലും ഇത് തടഞ്ഞേ തീരൂ. എന്ത് ചെയ്തിട്ടായാലും അത് ആർക്കയുടെ വഴിയല്ല, ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. ഞങ്ങൾ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഇക്കാക്ക് മനസ്സിലായി കാണുമല്ലോ. ഇവിടെ ഉള്ളപ്പോൾ മുതലേ നിങ്ങളുടെ മകൻ എൻ്റെ റൂട്ടിൽ കയറി കളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അന്നൊന്നും ഞാൻ അവനെ വകവച്ചിട്ടില്ല. കാരണം എനിക്കൊത്ത റേഞ്ചിലുള്ള ആളായിട്ട് അവനെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് പറ്റിയ റേഞ്ചാവാൻ അവനൊരു ശ്രമം നടത്തുന്നുണ്ട്. മയ്യത്ത് കെട്ടിൽ പിടിക്കാൻ അവൻ വേണമെന്നുണ്ടെങ്കിൽ അവനോടതിൽ നിന്ന് പിന്മാറാൻ പറ. ഇല്ലേൽ അവന് പിന്നാലെ ഞാനും കളി തുടരും. ഇതൊക്കെ നിങ്ങളുടെ മകനെ പറഞ്ഞൊന്നും മനസ്സിലാക്ക്. വാടാ. അപ്പോൾ ഈ സംഭവം ശരിക്കും നിങ്ങളുടെ നാട്ടിൽ നടന്നതാണോ? അതെ സാറേ, നിയമപരമായി ഒരുപാട് നോക്കിയതാ, പക്ഷെ ഒന്നും നടന്നില്ല.
അവസാനത്തെ പ്രതീക്ഷയാണ് സാറേ സ്ക്രിപ്റ്റ്. സാറിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സാറിനെ തേടി വന്നത്. ഇതിലിരകളായ നാട്ടുകാർക്ക് ഞാൻ കൊടുത്ത വാക്കാണ് സാർ. ഇത് സിനിമയാകണം, അവരെ വേരോടെ പിഴുതെറിയണം. അതിന് ഞങ്ങളെ സാർ സഹായിക്കണം. ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ ഒരു സിനിമക്ക് തിരക്കഥ മാത്രം പോരല്ലോ, അതിന് ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. താനെന്തായാലും ആ തിരക്കഥ അവിടെ വച്ചേക്ക്. അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ? ഇല്ല സാർ. നമുക്ക് രജിസ്റ്റർ ചെയ്യാം. താനെന്തായാലും ചെല്ലേ. ഓക്കെ, സാറിനെ വിശ്വസിച്ച് ഞാൻ പോവുകയാണ്. താൻ ധൈര്യമായിട്ട് ചെല്ലേ, നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ സാർ.